അമൃത, എടോ താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആദ്യം എന്തെങ്കിലും എടുത്തുചാട്ടം കാണിച്ചാലും അയ്യോ അല്ല, ആദ്യം അങ്ങനെയൊന്നും ചെയ്യുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അഥവാ ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലും തോന്നിയാൽ പോലും അവൻ അതിൽ കടക്കില്ല. പക്ഷേ നമുക്കൊരു സമാധാനം ഉള്ളത് മാളു കൂടെ ഉണ്ടല്ലോ അവൻ്റെ. ഞാൻ ഉദ്ദേശിച്ചത് മാളു നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ, അവള് ആദ്യം പറഞ്ഞ് സമാധാനിപ്പിച്ചോളൂ. അവർക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. അമൃത, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നീ വിഷമിക്കാതെ. കാര്യം ആദ്യമോൻ സമ്മതിച്ചിട്ടാ ഈ കല്യാണം നടത്തിയത്. അതൊക്കെ ശരിയാ. പക്ഷേ നമ്മൾ മാളുവിന്റെ ഇഷ്ടം കൂടി നോക്കണമായിരുന്നു. നിന്നൊരാളെ പേടിച്ചിട്ടാ, നീ എന്തെങ്കിലും ചെയ്തു കളയുമെന്ന് പേടിച്ചിട്ടാ നമ്മുടെ മാളു കല്യാണത്തിന് സമ്മതിച്ചത്. കാര്യം നിന്നോട് അവൾക്ക് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാ. പക്ഷേ നമ്മൾ അവളോട് ചെയ്തത് അത് വലിയൊരു ചതിയായി പോയി സുധേ. ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തല്ലേ രവിയേട്ടാ. ഇന്ന് ഈ കല്യാണം മുടങ്ങിപ്പോയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ ജന്മത്ത് മാളുവിനൊരു ജീവിതം കിട്ടുവോ? എന്റെ മുന്നിൽ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല രവിയേട്ടാ. അതുകൊണ്ടാ ഞാൻ ഈശ്വര, കാണുമ്പോഴൊക്കെ രണ്ടുപേരും കീരിയും ബാബുവായിരുന്നു. എന്റെ മോൾക്കൊരു നല്ല കുടുംബജീവിതം കിട്ടുമോന്നാ എന്റെ പേടി. സുധേ, രവി, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കാതെ. ആദ്യയെ പോലെ നല്ലൊരു പയ്യനെ കിട്ടിയത് തന്നെ മാളുവിന്റെ ഭാഗ്യമായിട്ട് കരുതണം. അവൻ നല്ലവനാ. നല്ലവനായിരിക്കാം, പക്ഷെ അവര് തമ്മിലുള്ള പിണക്കമൊക്കെ മാറുമെന്ന് കണ്ടു തന്നെ അറിയാം. അതൊക്കെ മാറിക്കോളൂ അമ്മായി. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? നമ്മുടെ മാളുവിനെ പോലെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? ആദിക്കും അവളെ ഇഷ്ടപ്പെടും. ഈശ്വര, മാളുവിനെ രാമപുരത്തമ്മയുടെ അനുഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നും അറിയാതെ ആ കുമാരന്റെ കൂടെ അവളെ കെട്ടിച്ചയച്ചെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീർന്നേനെ? ആ കുടിയന്റെ കൂടെ അവൾ എങ്ങനെ ജീവിക്കുമായിരുന്നു? മാളൂട്ടിയുടെ നന്മയും ഹൃദയശുദ്ധിയാണ് അവളുടെ ജീവിതം രക്ഷിച്ചത്. എന്റെ രാമപുരത്തമ്മേ, എന്റെ കുഞ്ഞിനെ കാത്തോണേ. മാളുവിന് കിട്ടിയ ഈ മഹാഭാഗ്യത്തിന് നന്ദി പറയേണ്ടതേ രാമപുരത്തമ്മയോട് മാത്രമല്ല, രവിയും സുധയും ആ കുമാരനോടും നന്ദി പറയണം. കുമാരനോടോ? ആ, അവൻ മാളുവിനെ കല്യാണം ആലോചിച്ചുകൊണ്ടും അവസാന നിമിഷം ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. അല്ലായിരുന്നെങ്കിൽ മാളുവിന് ആദ്യയുടെ ഭാര്യയായിട്ട് പുത്തമ്പരക്കിൽ പോകാൻ പറ്റുമായിരുന്നോ? ഹേ, ചുരുക്കി പറഞ്ഞ കുമാർ തന്നെയാ മാളുവിന്റെ ജീവിതം രക്ഷിച്ചേ.